السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധവും പരിപാവനവുമായ ദിവസങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഗ്യാഹം ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഹജ്ജ് കണക്കാക്കിയിട്ടുള്ള എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് അത് ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ കൊല്ലം അവസരം ലഭിക്കാത്തവർക്ക് സമീപഭാവിയിൽ തന്നെ അതിനുള്ള അവസരം അല്ലാഹു തആല ഉണ്ടാക്കി തരുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്തുകൊണ്ട് പെരുന്നാൾ ദിവസത്തിൽ നാം ചെയ്യേണ്ട ഒരു പ്രധാന അമലിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അഥവാ ഉദ്ഹിയ്യത്ത്, ബലികർമ്മം. ആ ബലികർമ്മം ആ പെരുന്നാൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ആ പെരുന്നാളിന് ബലിപെരുന്നാൾ എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. ഉദ്ഹിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ പെരുന്നാളിൻ്റെ ദിവസത്തിൽ ബലി അറുക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന്. പെരുന്നാളിൻ്റെ ദിവസം ബലി അറുക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അമലും ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഫസല്ലി ലി റബ്ബിക വൻഹർ, തങ്ങളുടെ റബ്ബിന് വേണ്ടി തങ്ങൾ പെരുന്നാൾ നിസ്കരിക്കണം, വൻഹർ, ബലി അറുക്കുകയും വേണം എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലും പറഞ്ഞു. വേറൊരു ഹദീസിൽ കാണാം, അള്ളിമു ദയാഹാക്കും, നിങ്ങളുടെ ബലിമൃഗങ്ങളെ നിങ്ങൾ നന്നാക്കണം, അതിനെ ആദരിക്കണം. ഫഇന്നഹ അലസ്സിറാത്തി മതായാക്കും, തീർച്ചയായും അത് നിങ്ങൾക്ക് സിറാത്തിൻ്റെ മേൽ, സിറാത്ത് പാലം മുറിച്ച് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പുറത്താണ് കയറി പോകാനുള്ളത്, നിങ്ങളുടെ വാഹനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഉദ്ഹിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അത് ചെയ്യാൻ ബാധ്യതയുള്ള ആളുകൾ തന്നെയാണ് നമ്മളെല്ലാവരും. എന്നെ കേൾക്കുന്ന ആളുകൾ ബാധ്യതയില്ലാത്തവർ വളരെ അപൂർവമായിരിക്കും. പെരുന്നാൾ ദിവസത്തിലെ ചെലവ് കഴിച്ച് അവനും അവൻ്റെ ആശ്രിതർക്കുമുള്ള ചെലവ്, വസ്ത്രം, കാര്യങ്ങളൊക്കെ കഴിച്ച് ബാക്കി മിച്ചം വരുന്ന ഉദ്ഹിയ്യത്ത് അറക്കാൻ മിച്ചമുണ്ടെങ്കിൽ അവനക്കൊക്കെ അത്
ശക്തിയായ സുന്നത്താണ് നമ്മളെ മതം അനുസരിച്ച്. അക്കതായ സുന്നത്താണ്. ഒഴിവാക്കൽ കറാഹത്താണ്. ഹനഫി മദ്ഹബിലൊക്കെ അത് നിർബന്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ മദ്ഹബിൽ നിർബന്ധം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മുഅക്കദായ സുന്നത്താണ്. ആ ഒരു സുന്നത്ത് നമ്മൾ നിർവഹിച്ചിരിക്കണം. അതിന് ഒരു എളുപ്പമുള്ള മാർഗമാണ് സംഘടിത ഉദഹിയത്ത്. വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ, കൂടുതൽ പൈസക്ക് ചെലവ് വരാതെ ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതിലൂടെ നാം ഉണ്ടാക്കുന്നത്. പള്ളി മദ്രസ കേന്ദ്രീകരിച്ച് നമ്മളെ മഹല്ലുകളിലൊക്കെ അത്തരം സംഘടിത ഉദഹിയത്ത് നടക്കാറുണ്ട്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. മറ്റുള്ളവരും കൂടി അതിൽ പങ്കെടുപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. കഴിവുള്ള ആളുകൾക്ക് ഒരേ മൃഗം അവൻ സ്വന്തമായി അറക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അതിലിപ്പോൾ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു സംഖ്യ, ഒരു വലിയൊരു മൃഗം വാങ്ങി നമ്മൾ സ്വന്തമായിട്ട് അറക്കുമ്പോൾ ഒരുപാട് പൈസക്ക് ചിലവുണ്ട്. അപ്പോൾ ആ കർമ്മം നിർവഹിക്കാൻ ഒരു മൃഗത്തിൽ 7 ആളുകൾക്ക് ഷെയറായിക്കൊണ്ട് നിർവഹിക്കാമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതടിസ്ഥാനത്തിലാണ് മാട് വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെ വാങ്ങി പോത്തായിട്ടും അതുപോലെ തന്നെ മൂരിയായിട്ടൊക്കെ വാങ്ങിയിട്ട് അതിൽ 7 ആളുകൾ ഷെയർ കൂടി അറക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഷെയർ നമ്മൾ കൂടിയാൽ അത് ഒരു ഉദഹിയത്തിന് സ്ഥാനത്തായി, ഒരു മൃഗം വാങ്ങി അറക്കുന്ന സ്ഥാനത്തായി. ഒരു ഉദഹിയത്താണ് ഒരു ഷെയർ. ഓരോരുത്തർക്കും ഓരോ ഉദഹിയത്തായി. ഒരു മൃഗത്തിൽ തന്നെ 7 പേർക്ക് ഉദഹിയത്തായി. അതിനിപ്പോൾ എത്ര വരിക? ഏറിപ്പോയാൽ 10,000 റുപ്യ ഇന്ത്യൻ മണി, ഇത്രേ വരുള്ളൂ ചിലവ്. ഇപ്പോൾ എല്ലാ സാധനത്തിനും വില കൂടി എന്ന നിലക്ക് അതിനും വില കുറവൊന്നുമില്ലല്ലോ. എല്ലാ സാധനത്തിനും കൂടി. അതുകൊണ്ട് മൃഗങ്ങൾക്കും വില കൂടുതലാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ചിലപ്പോൾ കൂടുതലുണ്ടാവും ഈ വർഷം. പിന്നെ ചിലരൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിട്ടൊരു കാര്യമുണ്ട്. എന്താണ്? ഷെയർ കൂടിയാൽ പിന്നെ തുടർച്ചയായിട്ട് 7 കൊല്ലം ചെയ്യണം ആ ഷെയറിൽ നമ്മൾ കൂടിക്കൊണ്ടിരിക്കണം, എന്നാലേ നമുക്കൊരു ഉദഹിയത്ത് പരിപൂർണ്ണമാവുള്ളൂ എന്നൊരു അങ്ങനെ ഒരു ധാരണ പലരിലുണ്ട്. അത് നമ്മൾ തിരുത്തണം. ഒരു ഷെയർ എന്ന് പറഞ്ഞ ഒരു ഉദഹിയത്താണ്. അപ്പോൾ ഒരു ഉദഹിയത്തിൽ 1 കൊല്ലം കൂടിയാൽ പിന്നെ 7 കൊല്ലം തന്നെ 7 കൊല്ലം കൂടണം എന്ന് നിർബന്ധമൊന്നുമില്ല. കഴിവുള്ളവരൊക്കെ എല്ലാ കൊല്ലം ചെയ്യണം, അറുത്ത് കൊടുക്കണം, അത് വേറെ വിഷയം. ഒരാൾക്ക് സാധിച്ചു, 1 കൊല്ലം സാധിച്ചു, അതിൽ 7 ഷെയർ കൂടി, പിന്നെ അടുത്ത കൊല്ലം അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനൊരു ധാരണ നമ്മൾ വെച്ച് പുലർത്തേണ്ട. ഒരു ഉദഹിയത്ത് കാമിലായ ഒരു ഉദഹിയത്ത് തന്നെയാണ് ഒരു ഷെയർ എന്ന് പറയുന്നത്. ആ നിലക്ക് പലർക്കും അതിൽ ഭാഗമാക്കാൻ പറ്റും. ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഉദഹിയത്ത് കർമ്മത്തിൽ അതിനൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ നിയമവശങ്ങളിലൊക്കെ കടന്നാൽ നമ്മളെ ക്ലിപ്പ് നീണ്ടുപോകും. അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ മാട് വർഗങ്ങളാവുമ്പോൾ അതിന് 2 വയസ്സ് കഴിഞ്ഞ് 3-ാം വയസ്സിലേക്ക് കടക്കണം. 2 വയസ്സ് പൂർത്തിയാവണം എന്നർത്ഥം.
2 വയസ്സ് പൂർത്തിയാകാൻ ഒരു ദിവസമുള്ളെങ്കിലും പറ്റൂല. 2 വയസ്സ് പൂർത്തിയായി 3-ാം വയസ്സിലേക്ക് കടന്നതാവണം. അത് ഒരു പ്രധാന നിബന്ധനയാണ്, വയസ്സ് തികയുക എന്നുള്ളത്. അത് കമ്മിറ്റിക്കാർ, ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജനങ്ങളിലെത്തുന്ന പൈസയൊക്കെ നമ്മൾ ഈടാക്കിയിട്ട് അവർക്കത് പിന്നെ അവരുടെ അമൽ പൂർത്തിയാകാത്ത രൂപത്തിലായാൽ അതിന് ഉത്തരവാദികൾ സംഘടിപ്പിക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ട് മൃഗം വാങ്ങുമ്പോൾ 2 വയസ്സ് പൂർത്തിയായത് തന്നെ 3-ാം വയസ്സിലേക്ക് കടന്നത് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം. അല്ലഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഉദയത്താവില്ല. വയസ്സ് കഴിഞ്ഞാൽ ഇറച്ചി കൂടുതലുണ്ടോ ഇല്ല എന്നുള്ളതല്ല, വയസ്സായിട്ടുണ്ടാവില്ല, പക്ഷേ ഇറച്ചി കൂടുതലുണ്ടാവും. അതല്ല നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾക്ക് വയസ്സാണ്, വയസ്സ് തികയാണ്. മാടിനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആടിനും, നമ്മുടെ നാടും പ്രദേശങ്ങളൊക്കെ ഉള്ള ആടുണ്ടല്ലോ, ആ ആടിന് ഒരാൾക്കേ അറക്കാൻ പറ്റുള്ളൂ, ഷെയർ വിടാനൊന്നും പറ്റില്ല. അതിനും എന്ത് ചെയ്യണം? 2 വയസ്സ് പൂർത്തിയായി 3-ാം വയസ്സിലേക്ക് കടക്കണം. ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയായി 6-ലേക്ക് കടക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്, അത് നിർബന്ധമാണ്. അപ്പം അതിന് എങ്ങനെ ഇപ്പം നമ്മൾ വയസ്സ് കണക്കാക്കുക? അതിൻ്റെ പരിചയക്കാർ, വയസ്സറിയുന്ന, മൃഗത്തെ കണ്ടാൽ വയസ്സത്തിലായിട്ടുണ്ടെന്ന് അറിയുന്ന പരിചയക്കാരുണ്ടാവും. അവരെ കൂട്ടി നമ്മൾ മൃഗം വാങ്ങണം. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ വളർത്തുന്ന, ഓരോ വീടുകളിലൊക്കെ വളർത്തുന്നതാണെങ്കിൽ അത് എന്നും അവർക്ക് എന്ന് പ്രസവിച്ചതാണ് എന്നൊക്കെയുള്ള കണക്കും കാര്യമൊക്കെ ഓരോരുത്തരുണ്ടാവും. അല്ല, അപ്പോൾ അതിന് ജനന സർട്ടിഫിക്കറ്റൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ വളരെ സൂക്ഷ്മത നമ്മൾ പാലിക്കണം എന്നേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. ഏതായാലും നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ഉപകാരം തന്നെയാണ് ഉസ്താദുമാരും അതുപോലെ അതിനെപ്പറ്റിയുള്ള അറിയുന്ന ആളുകളൊക്കെ ആയിരിക്കുമല്ലോ, മദ്രസ, പള്ളി എന്നിവ വെച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അതിനെപ്പറ്റി അറിയാം. അപ്പോൾ അറിയുന്നവരത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മട്ടത്തിൽ തന്നെ ആകുമെന്നും നമുക്ക് വിശ്വസിക്കാം. പിന്നെ എന്താണ്, ഒരുപാട് ആളുകൾ, പല കമ്മിറ്റിക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമുണ്ട്. നമ്മളെല്ലാവരും ഷെയർ വാങ്ങും, ആളുകളെടുത്തൊക്കെ ഷെയർ വാങ്ങും. ഷെയർ വാങ്ങിയിട്ട് 4-5 മൃഗം ഉണ്ടാവും. ആ മൃഗങ്ങളൊക്കെ ഒന്നായിട്ടുണ്ട് വാങ്ങും, എന്നിട്ട് ഒന്നായിട്ടുണ്ട് അറക്കും ചെയ്യും. ഇങ്ങനെ ആയാൽ ശരിയാവില്ല. ഓരോ മൃഗത്തിൽ 7 ആളുകളാണല്ലോ ഒരു മൃഗത്തിൽ. ആ മൃഗം 7 ആളും ഇങ്ങോട്ട് വേർതിരിക്കണം. ഇന്ന മൃഗത്തിൽ ഇന്ന 7 ആളുകൾ. അത് അറക്കുന്നതിന് മുമ്പ് തഴീനാക്കുക എന്ന് പറയും. അറക്കുന്നതിന് മുമ്പ് ഒരു മൃഗം, ആ മൃഗത്തിൽ ഇന്ന ആളുകൾ, 7 ആളുകളാണ് ഷെയറായിട്ടുള്ളത് എന്നിട്ട് വേർതിരിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ അറക്കണം. അറക്കുന്നതിന് മുമ്പ് തഴയും വേണം. എല്ലാം അറുത്ത് എല്ലാവരത്തും കായും വാങ്ങി ഇങ്ങനെ ആയാൽ സംഗതി നടക്കില്ല. ഒരാൾക്കും കിട്ടില്ല, ഒരാളൊന്നും ശരിയാവില്ല. അതുകൊണ്ട് ഒരു മൃഗത്തിൽ 7 ആൾ മാത്രമേ ഷെയറാകാവൂ. ആ 7 ആളുകൾ ഇന്ന മൃഗത്തിലാണ് ഷെയറായിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം? ബോധ്യപ്പെടണം. അതിനെ നിങ്ങൾ നിജപ്പെടുത്തണം. അല്ലാതെ കുറേ മൃഗങ്ങളെ നമ്മൾ വാങ്ങി അറുത്ത് നമ്മളെ കമ്മിറ്റിൻ്റെ കീഴിൽ മാഷാ അല്ലാഹ് വളരെ ഒരുപാട് മൃഗത്ര എണ്ണ അറുത്ത് 10 എണ്ണ അറുത്ത് 15 എണ്ണ അറുത്തും അതുകൊണ്ടൊന്നും കാര്യമില്ല. എത്ര അറുത്താലും അത് ഈ നിബന്ധനകളൊക്കെ പാലിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സാധുത നമുക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും, ഒരു ഇറച്ചിദാനമായിട്ട് മാറും. അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. മാംസം വിതരണം ചെയ്യാനല്ലല്ലോ. നമുക്ക് ഈ ഉദഹിയത്ത് കർമ്മം, ആ കർമ്മം നിർവഹിക്കലാണല്ലോ. അപ്പോൾ ആ കർമ്മം പോലെ ആവണമെങ്കിൽ അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ചിരിക്കണം. പാവപ്പെട്ടവർക്ക് സുന്നത്തായ ഉദഹിയത്താവുമ്പോൾ പാവപ്പെട്ടവർക്ക് ഒരു വിഹിതമെങ്കിലും നിർബന്ധമായിട്ടും ഓരോ ഓഹരിയിൽ നിന്നും കിട്ടുകയും വേണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ മൃഗത്തിൽ 7 ആളാണല്ലോ ഒരു മൃഗത്തിലുള്ളത്. ആ 7 ആളിൽ നിന്ന് ഓരോ ഓരിയിൽ നിന്നും ഒരു വിഹിതം പാവപ്പെട്ടവനക്ക് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ബാക്കിയുള്ളത് പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കൊക്കെ കൊടുക്കാം. സുന്നത്താണെങ്കിൽ, നിർബന്ധമുള്ളതായതാണെങ്കിൽ പിന്നെ പാവങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അവനക്കോ അവൻ്റെ ആശ്രിതർക്കോ കഴിക്കാനും പറ്റൂല എന്നത് വേറെ വിഷയം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, ഇത് നമ്മളാണ്
ഇതിൻ്റെ ഉടമക്കാരൻ നമ്മൾ ആ ഷെയർ നമ്മൾ വാങ്ങണം. ഒരു ഷെയർ നമ്മളെ വീതം കൊടുത്ത് വാങ്ങണം. അത് നമ്മളെ ഉടമയിലാക്കണം. എന്നിട്ട് അതിനെ അറക്കണം. അറക്കണ സമയത്ത് നെയ്യത്ത് വെക്കണം. എല്ലാവരും കൂടി ഇപ്പോൾ ഒരു മൃഗത്തിനെ അറക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും കൂടി 7 ആളും കൂടി ഇപ്പോൾ ഒരു മൃഗത്തിനെ അറക്കാൻ പറ്റില്ല. ഇതിൽ ഷെയർ കൂടി ഒരാളെ നമ്മൾ വക്കാലത്ത് ഏൽപ്പിക്കുക. അയാളെ കൊണ്ട് നെയ്യാൻ മറ്റുള്ളവർ വക്കാലത്ത് ഏൽപ്പിക്കുക. ഇതിൻ്റെ അറക്കാൻ തന്നെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ആ അറക്കാനും വേണ്ടി നെയ്യത്ത് വെച്ച് അറക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുക. നെയ്യത്തിനും ഏൽപ്പിക്കുക, അറക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. രണ്ടിലും വക്കാലത്ത് ഏൽപ്പിക്കണം. വിദേശത്തുള്ള ആളുകളുണ്ടാവും, നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടൊന്നും സംഗതി നടക്കില്ല. ഇത് അറക്കുന്നതാരാണോ, മല്ലാക്കാണെങ്കിൽ മല്ലാക്ക, ഉസ്താദാണെങ്കിൽ ഉസ്താദ്, ആരായാലും വേണ്ടില്ല. അറക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം? വക്കാലത്ത് ഏൽപ്പിക്കണം. നെയ്യത്ത് വെച്ച് എൻ്റെ സുന്നത്തായ ഉദഹിയത്ത് നിർവഹിക്കാൻ വേണ്ടി നെയ്യത്ത് വെച്ച് പിന്നെ അറക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു. സുന്നത്തായ ഉദഹിയത്ത്, എൻ്റെ സുന്നത്തായ ഉദഹിയത്ത്, അങ്ങനെ തന്നെ പറയണം. എൻ്റെ ഉദഹിയത്ത് എന്ന് പറഞ്ഞാൽ പോലെ എൻ്റെ സുന്നത്തായ ഉദഹിയത്ത് നിയ്യത്ത് ചെയ്ത് അറക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വക്കാലത്ത് നമ്മളെ ഏൽപ്പിക്കണം. അവിടെ ഉള്ള ആളുകൾക്ക് നിയ്യത്ത്, നാട്ടിലുള്ളവർക്കൊക്കെ അവിടെ സന്നിഹിതരായവർക്കൊക്കെ എന്ത് ചെയ്യുക? അറക്കണ സമയത്ത് അവൻ നിയ്യത്ത് ചെയ്താൽ മതി. അറക്കാൻ വേണ്ടി മാത്രം അറക്കണ ആളെ ഏൽപ്പിച്ചാൽ മതി. അങ്ങനെയും ചെയ്യുക. ഇനി അവിടെ ആൾ സ്ഥലത്തുണ്ടെങ്കിൽ തന്നെ രണ്ടും ചെയ്യുക. അറക്കണ ആളെ നിയ്യത്ത് വെച്ച് അറക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വക്കാലത്ത് നിർബന്ധമാണ്. വക്കാലത്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം? അത് വാക്കിലൂടെ ഏൽപ്പിക്കണം. നിയ്യത്ത് നമുക്ക് എന്ത് ചെയ്യുക? നമുക്കും കരുതുക, ഏൽപ്പിക്കും ചെയ്യുക. നമ്മൾ സന്നിഹിതനാണെങ്കിൽ നാട്ടിലുള്ളവരൊക്കെ എന്ത് ചെയ്യണം? അവിടെ സന്നിഹിതരാവലും പ്രത്യേകം സുന്നത്തുണ്ട്. ആ കർമ്മത്തിന് അവിടെ സന്നിഹിതരാകുക, ആ സമയത്ത് അവിടെ ഹാജരായിരിക്കുക എന്നുള്ളത് അതും പ്രത്യേക സുന്നത്തുള്ള കാര്യം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ തോല് വിൽക്കുക, തോല് വിറ്റിട്ട് പൈസ പാവങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള സമ്പ്രദായം പല സ്ഥലത്തും പല മഹല്ലുകളിലും കേൾക്കാറുണ്ട്. അത് ശരിയല്ല. തോല് വിൽക്കാൻ പാടില്ല. വലാ യസിഉ ബൈഉ ജിൽദിൽ ഉദഹിയത്തി, ഉദഹിയത്തിൻ്റെ തോല് വിൽക്കൽ സഹിഹാവൂല, ഹറാമാണ്. വിൽക്കാൻ പാടില്ല. ആർക്ക് വിൽക്കാൻ പാടില്ല? അതിൻ്റെ ഉടമക്ക് വിൽക്കാൻ പാടില്ല. അയാൾ ഷെയർ കൂടാ, അയാൾക്കും പറ്റില്ല. ഒരു മൃഗം ഒരാളാർക്കാണെങ്കിൽ അയാൾക്കും പറ്റില്ല. അത് അക്കീക്കത്തിനൊക്കെ അതേ നിയമം തന്നെയാണ്. നമ്മൾ കുട്ടികൾക്ക് അർത്ഥം കൊടുക്കണില്ലേ? എല്ലാത്തിനും ആ നിയമമാണ്. പിന്നെ അതെന്താ ചെയ്യാന്ന്? അത് ചെയ്യാന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കാണ് കൊടുക്കുക. പാവങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അങ്ങോട്ട് പാവങ്ങൾ വിറ്റിട്ട് അവർ ഇത് കാച്ചെടുത്തോട്ടെ. അല്ലാതെ നമുക്ക് വിൽക്കാനൊന്നുമില്ല, അതിന് മാർഗമില്ല. എങ്ങനെയാണ് പാവങ്ങൾക്ക് കിട്ടിയാൽ പോരാ? അല്ല, ഓരോന്നിനും ഓരോ നിയമങ്ങളില്ലേ? അതിനനുസരിച്ച് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ മട്ടം പോലെ ആവുള്ളൂ. പള്ളിക്ക് മാറസുഖം കൊടുക്കാൻ പറ്റില്ല, സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. തോലെന്ത് ചെയ്യണം? മിസ്കീന്മാർക്ക് അങ്ങ് കൊടുക്കണം, ഫ്രീ ആയിട്ട് കൊടുക്കണം. എന്നിട്ട് അവരെന്ത് ചെയ്യുക? അവരെന്തോ ചെയ്തോട്ടെ. അവർ വിൽക്കുകയാണെങ്കിൽ വിറ്റോട്ടെ, ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിച്ചോട്ടെ, എന്തായാലും വേണ്ടില്ല. എല്ല്, അതേപോലെ തോല്, ഇതുകളൊക്കെ എന്ത് ചെയ്യുക? അവർക്ക് പാവങ്ങൾക്കാണ്ട് സദഖ ചെയ്യുക. ഇതാണ് വേണ്ടത്. അങ്ങനെ ചെയ്യണം. എന്നാലേ അത് ശരിയാവുള്ളൂ. ഇത്തരം വിഷയങ്ങളൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഈ ക്ലിപ്പിലൂടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാളോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളൊക്കെ പരിപൂർണമായ നിലക്ക് സ്വീകാര്യമായ രീതിക്ക് ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അല്ലാഹ്. ഒരുപാട് ദോഷങ്ങൾ ചെയ്ത പാപികളാണ് റബ്ബേ, നീ മാഫാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധമായ പരിപാവനമായ ഈ ദിവസങ്ങളിൽ കൂടുതൽ ഖൈറാത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പരിശുദ്ധ ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും അതുപോലെ പല മുസ്ലിമീങ്ങളും യാത്ര തിരിച്ചിട്ടുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മങ്ങൾ, ഹജ്ജും ഉംറയും സിയാറത്തുകളൊക്കെ ചെയ്യാനുള്ള
തൗഫീഖ് നൽകണേ അല്ലാ. അവരവർ പ്രയാസത്തിലും നീ പെടുത്തരുതേ അല്ലാ. അവരുടെ ദുആയിലൊക്കെ ഞങ്ങളെ നീ പങ്കെടുപ്പിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ച് ഒരുപാട് ആളുകൾ റബ്ബേ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ച് പോകാൻ സാധിക്കാതെ ആഗ്രഹിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ റബ്ബേ സമീപ ഭാവിയിൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. സാഹചര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കരിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാൻ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുമുണ്ട് റബ്ബേ. നീ സുഖപ്പെടുത്തണേ അല്ലാ. നീ സുഖപ്പെടുത്തണേ അല്ലാ. നീ സുഖപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാത്ത് രക്ഷിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഗൾഫ് മേഖലയിൽ വീണ്ടും അസ്വസ്ഥത പറഞ്ഞു കേൾക്കുന്നു റബ്ബേ. നീ സ്ഥിരത നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടും എല്ലാ രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെയും കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.